സുഹൃത്തുക്കളെ, നമ്മൾ നമ്മുടെ സ്നാപ്പ് ദൗത്യം തുടരുകയാണ്. കാവിഷിക്കയുടെ യുദ്ധവിരുദ്ധ ക്യാമ്പയിനായ സമാധാന ജ്വാലയിൽ വന്ന ജൂൺ 17 മുതൽ ഓഗസ്റ്റ് 17 വരെ വന്ന 1150 കവിതകളിൽ നിന്ന് 301 കവിതകളാണ് ഇപ്പോൾ തൽക്കാലം സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ തുടരുകയാണ്. ജൂൺ 17 നമ്മുടെ പ്രിയ കവി സച്ചിദാനന്ദ മാഷ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുന്നേറിയതാണ്. ഓഗസ്റ്റ് 17 ഡോക്ടർ ബിന്ദു, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ ക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ആണ് സമാപന ദിവസം ഉദ്ഘാടനം ചെയ്തത്. നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. സ്നാപ്പ് നമ്പർ 1237 മുതൽ ആണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. 1237 സുമേഷ് കാടകത്തിൻ്റെ ഒരു കവിതയാണ്. സുമേഷ് കാടകം ഞാൻ ഡിസൈൻ ചെയ്ത കവിതകൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഡിസൈൻ ചെയ്ത കവിതകളാണ് കൂടുതലായിട്ട് ഇതിൽ വരുന്നത്. ചാക്കോടി അന്തിക്കാട് സ്നാപ്സ് ചാക്കോടി അന്തിക്കാട് എന്ന യൂട്യൂബ് ചാനലിലാണ് ഇത് ഇങ്ങനെ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സുമേഷ് കാടകം. യുദ്ധമേ, നീ തോറ്റവനാണ്. നീ കൊന്നൊടുക്കിയ മനുഷ്യരാശിയുടെ ആർത്തനാദങ്ങൾക്കിടയിലും വീണ്ടും വീണ്ടും ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടെ കരച്ചിലുകൾ നിന്നെ പിന്നെയും പിന്നെയും തോൽപ്പിച്ചുകൊണ്ടേയിരിക്കും. യുദ്ധമേ, നീ തോറ്റവനാണ്. നീ കൊന്നൊടുക്കിയ മനുഷ്യരാശിയുടെ ആർത്തനാദങ്ങൾക്കിടയിലും വീണ്ടും വീണ്ടും ജനിച്ചു വീഴുന്ന കുഞ്ഞുങ്ങളുടെ കരച്ചിലുകൾ നിന്നെ പിന്നെയും പിന്നെയും തോൽപ്പിച്ചുകൊണ്ടേയിരിക്കും. നിന്നെ പിന്നെയും പിന്നെയും തോൽപ്പിച്ചുകൊണ്ടേയിരിക്കും. സ്നാപ്പ് നമ്പർ 1237 സുമേഷ് കാടകം. ഓക്കെ, സുമേഷ് കാടകത്തിൻ്റെയാണ്. സ്നാപ്പ് നമ്പർ 1238 കടക്കുകയാണ്. മണി ചാവക്കാടാണ്. മണി ചാവക്കാടാണ്. നമുക്ക് നോക്കാം മണി ചാവക്കാടിൻ്റെ വരികൾ. സോഷ്യലിസത്തെ കൊന്നവർ. പൊളിറ്റിക്സ് ആണ് പറയുന്നില്ല. സോഷ്യലിസത്തെ കൊന്നവർ. സോഷ്യലിസത്തെ കൊന്നവർ. സോഷ്യലിസത്തെ കൊന്നവർ പകലിനെ ചുട്ടുകൊല്ലുവാൻ ആയുധ കച്ചവടക്കാർക്ക് ജന്മം നൽകി. ഓരോ ആയുധവും പരീക്ഷിക്കുമ്പോൾ നിരപരാധികളുടെ രക്തവും ശവങ്ങളും കുന്നായി വരുമ്പോൾ, സാംസ്കാരിക മൂല്യങ്ങൾ വെന്തുമരിക്കുമ്പോൾ കച്ചവടക്കാർ പൊട്ടിപ്പൊട്ടിച്ചിരിക്കുന്നു. കച്ചവടക്കാർ പൊട്ടിപ്പൊട്ടിച്ചിരിക്കുന്നു. സോഷ്യലിസത്തെ കൊന്നവർ പകലിനെ ചുട്ടുകൊല്ലുവാൻ ആയുധ കച്ചവടക്കാർക്ക് ജന്മം നൽകി. ഓരോ ആയുധവും പരീക്ഷിക്കുമ്പോൾ നിരപരാധികളുടെ രക്തവും ശവങ്ങളും കുന്നായി വരുമ്പോൾ, സാംസ്കാരിക മൂല്യങ്ങൾ വെന്തുമരിക്കുമ്പോൾ കച്ചവടക്കാർ പൊട്ടിച്ചിരിക്കുന്നു. അതാണ് മണി ചാവക്കാടിൻ്റെ സ്നാപ്പ് നമ്പർ 1238. സ്നാപ്പ് നമ്പർ 1239 സുജാത അപ്പോഴത്തിൻ്റെ വരികളാണ്. സുജാത അപ്പോഴത്ത്. നോക്കാം സുജാത അപ്പോഴത്തിൻ്റെ വരികൾ. ചെറുകിടുക്കം, ഉഗ്രസ്ഫോടനം. ചെറുകിടുക്കം, ഉഗ്രസ്ഫോടനം. ചിതറി വീണു അഗ്നിച്ചീളുകൾ. ചിതറി വീണു അഗ്നിച്ചീളുകൾ. ഗുഹാമുഖം പോൽ വയറുള്ള അനേകർ പാർക്കുന്നിടത്ത്. ഗുഹാമുഖം പോൽ വയറുള്ള അനേകം പാർക്കുന്നയിടത്ത് പിളർന്നു ഭൂമിതൻ ഗർഭം തപോഗർത്തത്തിലേക്ക്. പിളർന്നു ഭൂമിതൻ ഗർഭം തപോഗർത്തത്തിലേക്ക്. ഒഴുകിയിറങ്ങി ഒരു കുന്ന്. ഒഴുകിയിറങ്ങി ഒരു കുന്ന്. വക്കുതീർന്ന പ്രാർത്ഥനാലയങ്ങൾ ചതുപ്പ് നിലങ്ങളായി. വക്കുതീർന്ന പ്രാർത്ഥനാലയങ്ങൾ ചതുപ്പ് നിലങ്ങളായി. ചുളംകുത്തി പൊടിക്കാറ്റ്. ചുളംകുത്തി പൊടിക്കാറ്റ്. ആകാശ കറുപ്പിലൊളിഞ്ഞു വെള്ളപ്രാവിൻ കൊക്കിലെ ചിഹ്നം. ആകാശക്കറുപ്പിലൊളിഞ്ഞു വെള്ളപ്രാവിൻ കൊക്കിലെ ചിഹ്നം. ഒറ്റ രാത്രിയാൽ വേരൊടിഞ്ഞ അതിർത്തികൾ മായ്ക്കപ്പെട്ട അശരണർ. ഒറ്റ രാത്രിയാൽ വേരൊടിഞ്ഞ അതിർത്തികൾ മായ്ക്കപ്പെട്ട അശരണർ. കെട്ടിടങ്ങൾക്കുള്ളിലെ ദ്വാരങ്ങളിൽ ചാരം പൂണ്ടയാകാശം കണ്ട്
കെട്ടിടങ്ങൾക്കുള്ളിലെ ചാരങ്ങളിൽ ചാരം പൂണ്ട ആകാശം കണ്ട്, കെട്ടിടങ്ങൾക്കുള്ളിലെ ദ്വാരങ്ങളിൽ ചാരം പൂണ്ട ആകാശം കണ്ട് ഊഴം കാത്തിരുന്നു. അവർ ധരിച്ചിരുന്നു തോക്കുധാരികൾ കൊടുത്ത അടയാളം. അവർ ധരിച്ചിരുന്നു തോക്കുധാരികൾ കൊടുത്ത അടയാളം. തോക്കുധാരികൾ കൊടുത്ത അടയാളം. അവർ കാത്തിരുന്നു. ഊഴം കാത്തിരുന്നു. സുജാത അപ്പോഴത്തിൻ്റെ സ്നാപ്പാണ്. സ്നാപ്പ് നമ്പർ 1240. നിതീഷ് മാലുമേൽ. അല്പം വരികളുണ്ട്. നിതീഷ് മാലുമേലിൻ്റെ വരികളാണ്. നോക്കാം. ഉയർത്തിക്കെട്ടുന്ന വെളുത്ത പതാകകൾ, അതാണ് കവിതയുടെ പേര്. നിതീഷ് മാലുമേൽ. ചിതറാൻ വെമ്പുന്ന ചാവേറുകൾക്കോ കത്തിയതും ഇനി കത്തുന്നതുമായ വെടിക്കോപ്പുകൾക്കോ ഒപ്പമല്ല. ചിതറാൻ വെമ്പുന്ന ചാവേറുകൾക്കോ കത്തിയതും ഇനി കത്തുന്നതുമായ വെടിക്കോപ്പുകൾക്കോ ഒപ്പമല്ല. കരിഞ്ഞ കളിപ്പാട്ടത്തിനും ചോളം വിതയ്ക്കുന്നവൻ്റെ ഉപ്പിനും വിഷം തിന്നു മരിച്ചുപോയ മരങ്ങൾക്കും ഒപ്പം. ഘനീഭവിക്കുന്ന കണ്ണുകൾക്കും ബങ്കറിനുള്ളിൽ റൊട്ടിച്ചുടുന്ന ഉമ്മയ്ക്കും ഒപ്പം. ഇടുക്കിയിൽ പിന്നെയും കോടയിറങ്ങും. തണുക്കുന്ന ആ കുട്ടിക്ക് കൂട്ടുകാരി കൂട്ടാൻ, കടുങ്കാപ്പി കൂട്ടാൻ ഇനിയില്ലാത്ത സൗമ്യക്കൊപ്പം. ആലീസേ, പെൻഷൻ കാശ് മിച്ചം പിടിക്കണമെന്നാ തോന്നുന്നത്. ആലീസേ, പെൻഷൻ കാശ് മിച്ചം പിടിക്കണമെന്നാ തോന്നുന്നത്. തങ്കശ്ശേരി വിളക്കുകാലിൻ്റെ പകുതിയിലും കടൽ കയറിയിത്രേ. മൂക്കുള്ള മുക്കുവൻ അന്തോണീസിനൊപ്പം. അവിടെ ഗാസ വേവുമ്പോഴും ഇവിടെ കടൽ കയറുമ്പോഴും, അവിടെ ഗാസ വേവുമ്പോഴും ഇവിടെ കടൽ കയറുമ്പോഴും മരം മരിച്ചുപോയെന്ന പ്രയോഗത്തിലെ തെറ്റു ചെയ്യുകയേണ്ട. നോക്കൂ, അതിർത്തിയിൽ പട്ടം പറത്തുന്ന ചെറിയ ജൂതനെ. അപ്പുറം അവന് കാരക്കാപ്പഴം എറിഞ്ഞു കൊടുക്കുന്ന മുഹമ്മദീയ ബാലനെ. അവൻ ജൂതനാണ് ഒരു ഭാഗത്ത്, അപ്പുറത്ത് കാരക്കാപ്പഴം എറിഞ്ഞു കൊടുക്കുന്ന മുഹമ്മദീയ ബാലനെ. യുദ്ധക്കറുപ്പില്ലെങ്കിൽ ഈ ഭൂമി എത്ര സുന്ദരം. വളരെ ജീവിതവും പ്രാദേശികതയും ഈ സാർവദേശീയവും ചേർത്തുകൊണ്ട് ഉള്ള കവിതയാണ്. നിതീഷ് മാലുമേലിൻ്റെ കവിതയാണ്. 1241 വരുമ്പോൾ നമ്മളൊരു ഇറാൻ കവിനെയാണ് പരിചയപ്പെടുന്നത്. നിമായുജീഷ്. ഇതിൻ്റെ പരിഭാഷ ഹാഷിമാണ്. നോക്കാം. നിമായുജീഷ് ഇറാൻ കവിയാണ്. പരിഭാഷ ഹാഷിം. 1241 സ്നാപ്പാണ്. നിങ്ങൾ യുദ്ധം ചെയ്യുന്നു, മറ്റുള്ളവർ മധുരസ്വപ്നങ്ങളിൽ ഉറങ്ങുന്നു. രാത്രിയുടെ ആഴങ്ങളിൽ ഒറ്റയ്ക്ക് മഴയിൽ പാർപ്പിടമില്ലാതെ
രാത്രിയുടെ ആഴങ്ങളിൽ ഒറ്റയ്ക്ക് മഴയിൽ പാർപ്പിടമില്ലാതെ. യുദ്ധം ഒന്നിനും ഒരു ഉത്തരമല്ല. യുദ്ധം ഒന്നിനും ഒരു ഉത്തരമല്ല. നിങ്ങൾ യുദ്ധം ചെയ്യുന്നു, മറ്റുള്ളവർ മധുരസ്വപ്നങ്ങളിൽ ഉറങ്ങുന്നു. രാത്രിയുടെ ആഴങ്ങളിൽ ഒറ്റയ്ക്ക് മഴയിൽ പാർപ്പിടമില്ലാതെ. യുദ്ധം ഒന്നിനും ഒരു ഉത്തരമല്ല. ഇറാൻ കവിയാണ്. 1242 വരുമ്പോൾ EM ഹാഷിമിൻ്റെ തന്നെ കവിതയാണ്. EM ഹാഷിമിൻ്റെ കവിതയാണ്. നോക്കാം. യുദ്ധപരിമിതി, അങ്ങനെയാണ് കവിതയുടെ പേര് കൊടുത്തിരിക്കുന്നത്. യുദ്ധം ഭീകരത സൃഷ്ടിക്കുന്നു. കുഞ്ഞിൻ്റെ കരച്ചിൽ നിലവിളിയായി തീരുന്നു. അമ്മയുടെ മുലപ്പാൽ ചുരത്താതിരിക്കുന്നു. ഗർഭിണികളുടെ വയറ്റിൽ നിന്നും ഭ്രൂണം വിതുമ്പുന്നു. ദൈവം നിസ്സഹായനായി നോക്കി നിൽക്കുന്നു. പാഞ്ഞുവരുന്ന യുദ്ധവിമാനങ്ങൾ നനുത്ത മേഘങ്ങളിൽ അഗ്നി വിതറുന്നു. ക്രൂരന്മാരായ ഭരണാധികാരികൾ അകത്തളങ്ങളിൽ വീഞ്ഞു കുടിച്ചുല്ലസിക്കുന്നു. ഒരു യുദ്ധത്തിലും ആരും ജയിക്കുന്നില്ല. ജയിക്കുന്നു എന്ന് വീമ്പിളക്കുന്നവർ പരാജയപ്പെട്ടവരാണ്. ജയിക്കുന്നു എന്ന് വീമ്പിളക്കുന്നവർ പരാജയപ്പെട്ടവരാണ്. ഒരു യുദ്ധത്തിലും ആരും ജയിക്കുന്നില്ല. ജയിക്കുന്നു എന്ന് വീമ്പിളക്കുന്നവർ പരാജയപ്പെട്ടവരാണ്. യുദ്ധം ഭീകരത സൃഷ്ടിക്കുന്നു. കുഞ്ഞിൻ്റെ കരച്ചിൽ നിലവിളിയായിത്തീരുന്നു. അമ്മയുടെ മുലപ്പാൽ ചുരത്താതിരിക്കുന്നു. ഗർഭിണികളുടെ വയറ്റിൽ നിന്നും ഭ്രൂണം വിതുമ്പുന്നു. ദൈവം നിസ്സഹായനായി നോക്കി നിൽക്കുന്നു. പാഞ്ഞു വരുന്ന യുദ്ധവിമാനങ്ങൾ നനുത്ത മേഘങ്ങളിൽ അഗ്നി ചിതറുന്നു. ക്രൂരന്മാരായ ഭരണാധികാരികൾ അകത്തളങ്ങളിൽ വീഞ്ഞു കുടിച്ചുല്ലസിക്കുന്നു. ഒരു യുദ്ധത്തിലും ആരും ജയിക്കുന്നില്ല. ഒരു യുദ്ധത്തിലും ആരും ജയിക്കുന്നില്ല. ജയിക്കുന്നുവെന്ന് വീമ്പിളക്കുന്നവർ പരാജയപ്പെട്ടവരാണ്. EM ഹാഷിം 1243 കടക്കുമ്പോൾ നമ്മൾ പ്രിയനന്ദൻ്റെ വരികളാണ്. പ്രിയനന്ദൻ ഒരു ഉദ്ഘാടനം, ഒരു സമാധാനജാലയുടെ ഡേറ്റ് ഉദ്ഘാടനം ചെയ്ത ആളാണ്. അതായത് 17 തുടങ്ങിയ സമാധാന ജ്വാല 19/6/2025 ഉദ്ഘാടനം പ്രിയനന്ദനായിരുന്നു. ഓക്കെ, നമുക്ക് നോക്കാം. മഴവില്ല് കാണാൻ ഞാൻ ആകാശത്തേക്ക് നോക്കി. മഴവില്ല് കാണാൻ ഞാൻ ആകാശത്തേക്ക് നോക്കി. നിങ്ങൾ മായും നേരം അവിടെ മിസൈൽ പാച്ചിലായിരുന്നു. നിറങ്ങൾ മായും നേരം അവിടെ മിസൈൽ പാച്ചിലായിരുന്നു. ഭൂമി കുലുങ്ങുന്നു, ചക്രവാളം ചുവക്കുന്നു, ചോരയിൽ കുതിർന്ന മണ്ണ്, അമ്മമാരുടെ കണ്ണീർ, കുട്ടികളുടെ നിലവിളികൾ, ചിതറുന്ന കളിപ്പാട്ടങ്ങൾ, തകർന്ന കെട്ടിടങ്ങൾ. സമാധാനത്തിൻ്റെ മണം കാറ്റിലലിഞ്ഞുപോയി. യുദ്ധത്തിൻ്റെ കറുത്ത പുകയിൽ സ്വപ്നങ്ങൾ കത്തിയെരിയുന്നു. വളരെ മനോഹരമായ വരികളാണ് പ്രിയനന്ദനൻ. സ്നാപ്പ് നമ്പർ 1244 PK ഗോപിമാഷുടെ വരികളാണ്. PK ഗോപിമാഷ്. നോക്കാം. പട്ടട എന്നാണ് ഈ കവിതയുടെ പേര്. പട്ടിണി മാറ്റാനുള്ള പണമാണൊടുക്കത്തെ പട്ടട കൂട്ടാൻ യുദ്ധച്ചെകുത്താൻ മുടക്കുന്നു. പട്ടിണി മാറ്റാനുള്ള പണമാണൊടുക്കത്തെ പട്ടട കൂട്ടാൻ യുദ്ധച്ചെകുത്താൻ മുടക്കുന്നു. മൃത്യുവേ നിന്റെ കണക്ക് ബുക്കിൽ എത്ര മർത്യജടം. മൃത്യുവേ നിന്റെ കണക്ക് ബുക്കിൽ എത്ര മർത്യജടം. അല്ല കത്തിക്കരിഞ്ഞ കരിക്കട്ടകൾ. ആരും ജയിക്കാത്ത ഭ്രാന്തിൻ്റെ ലോകത്ത് ശാന്തിദൂതിൻ്റെ വെൺപ്രാവേ പറന്നുവാ. ആരും ജയിക്കാത്ത ഭ്രാന്തിൻ്റെ ലോകത്ത് ശാന്തിദൂതിൻ്റെ വെൺപ്രാവേ പറന്നുവാ. ശാന്തിദൂതിൻ്റെ വെൺപ്രാവേ
പറന്നുവാ. പട്ടിണി മാറ്റാനുള്ള പണമാണൊടുക്കത്ത പട്ടണക്കൂട്ടാൻ, യുദ്ധച്ചെകുത്താൻ മുടക്കുന്നു മൃത്യുവേ നിന്റെ കണക്കുബുക്കിൽ എത്ര മർത്യജടം അല്ല കത്തിക്കരിഞ്ഞ കരിക്കട്ടകൾ. ആരും ജയിക്കാത്ത ഭ്രാന്തിന്റെ ലോകത്ത് ശാന്തിദൂതിന്റെ വെൺപ്രാവേ, ശാന്തിദൂതിന്റെ വെൺപ്രാവേ പറന്നുവാ. പി കെ ഗോപി മാഷ് ഉള്ളിൽ തട്ടി എഴുതിയ വരികളാണ്. നെക്സ്റ്റ് പ്രഭാരൻ പഴശ്ശി എന്ന് പറയുന്ന ആളാണ്. ഒരു സമാധാന ഉദ്ഘാടനം ചെയ്ത് പ്രഭാരൻ പഴശ്ശി മാഷായിരുന്നു. പ്രഭാരൻ പഴശ്ശിയുടെ 1245 സ്നാപ്പിലേക്ക് നമ്മൾ കടക്കുകയാണ്. നോക്കാം. യുദ്ധം പരാജയപ്പെട്ടവൻ്റെയും വിജയിച്ചവൻ്റെയും വിലാപമാണ്. യുദ്ധം പരാജയപ്പെട്ടവൻ്റെയും വിജയിച്ചവൻ്റെയും വിലാപമാണ്. യുദ്ധം കണ്ണീർ പുഴയുടെ തടയണയാണ്. യുദ്ധം കണ്ണീർ പുഴയുടെ തടയണയാണ്. യുദ്ധം അഖിലേഷിൻ്റെ ഹീലാകാത്ത ഹീലിൻ്റെ നോവാണ്. യുദ്ധം അഖിലേഷിൻ്റെ ഹീലാകാത്ത ഹീലിൻ്റെ നോവാണ്. അത്തും വിത്തുമറിയാത്ത കാലത്തെ കാർവർണന്റെ കാൽപാദത്തിനേറ്റ മുറിവാണ്. അത്തും വിത്തുമറിയാത്ത കാലത്തെ കാർവർണന്റെ കാൽപാദത്തിനേറ്റ മുറിവാണ്. യുദ്ധം പരാജയപ്പെട്ടവൻ്റെയും വിജയിച്ചവൻ്റെയും വിലാപമാണ്. അങ്ങനെ തുടങ്ങി മിത്തും റിയാലിറ്റിയും ചേർത്തുകൊണ്ടുള്ള അതിമനോഹരമായ കവിതയാണ് പ്രഭാരൻ പഴശ്ശി. സ്നാപ്പ് നമ്പർ 1246 നമ്മുടെ കാവ്യശിഖയുടെ സാരഥിയായിട്ടുള്ള പ്രധാന അഡ്മിൻ ആയിട്ടുള്ള ചെയർമാനായിട്ടുള്ള സമാധാന ജ്വാലയുടെ ചെയർമാൻ രാവണി മാഷും കൺവീനർ ഞാനുമായിരുന്നു, ചാക്കോടി അന്തിക്കാട്. അപ്പോൾ രാവണി മാഷെ കവിതയിലേക്ക് നമുക്ക് വരാം. യുദ്ധം 2 വരിയുള്ളൂ. ജീവരാശിയെ തുടച്ചുമാറ്റുന്ന രാക്ഷസീയത. യുദ്ധം ജീവരാശിയെ തുടച്ചുമാറ്റുന്ന രാക്ഷസീയത. യുദ്ധം ജീവരാശിയെ തുടച്ചുമാറ്റുന്ന രാക്ഷസീയത. 2 വരി. ഓക്കെ. ഡോക്ടർ സി രാവണി. സ്നാപ്പ് നമ്പർ 1247 CP അബൂബക്കർ മാഷിലേക്കാണ് വരുന്നത്. സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി പ്രൊഫസർ CP അബൂബക്കർ മാഷ്. ഒരു സമാധാനജാല ഉദ്ഘാടനം അദ്ദേഹമായിരുന്നു. നോക്കാം. യാമ്പാറ്റകളായി ചത്തടിയുന്നവർക്കായി സ്നാപ്പ് നമ്പർ 1247. യാമ്പാറ്റകളായി ചത്തടിയുന്നവർക്കായി മണിമുഴക്കുന്നില്ല. വെടിയൊച്ചയിലെ രാക്ഷസീയമായ പക മാത്രം. അവർക്കായി പ്രാർത്ഥനകളില്ല, വിലാപഗാനങ്ങളില്ല, യുദ്ധകാഹളങ്ങൾ മാത്രം, ശംഖപേരികൾ മാത്രം. അവരുടെ കണ്ണുകളിൽ പ്രത്യാശ തിരകളായി ഒഴുകിത്തീരുന്നു. യാമ്പാറ്റകളായി ചത്തടിയുന്നവർക്കായി മണിമുഴക്കുന്നില്ല. വെടിയൊച്ചയിലെ രാക്ഷസീയമായ പക മാത്രം. അവർക്കായി പ്രാർത്ഥനകളില്ല, വിലാപഗാനങ്ങളില്ല, യുദ്ധകാഹളങ്ങൾ മാത്രം, ശംഖപേരികൾ മാത്രം. അവരുടെ കണ്ണുകളിൽ പ്രത്യാശ തിരികളായി ഒഴുകിത്തീരുന്നു. അവരുടെ കണ്ണുകളിൽ കണ്ണീരിങ്ങനെ വീഴുന്നതിനെ മാഷ് വർണ്ണിച്ചിരിക്കുകയാണ്. അവരുടെ കണ്ണുകളിൽ പ്രത്യാശ തിരികളായി ഒഴുകിത്തീരുന്നു. മനുഷ്യൻ കാത്തിരിക്കും. എന്ത് യുദ്ധമുണ്ടെങ്കിലും സമാധാനം വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് 650 കോടി മനുഷ്യൻ കാത്തിരിക്കുന്നു. CP അബൂബക്കർ മാഷ് മനോഹരമായ വഴി. 1248 അഡ്വക്കേറ്റ് പ്രേംപ്രസാദ് ഒരു സമാധാനജാല ഉദ്ഘാടനം പ്രേംപ്രസാദാണ് നടത്തിയത്. പുരോഗമന കലാസാഹിത്യ സംഘം തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റാണ്. പ്രേംപ്രസാദിൻ്റെ വരികൾ നോക്കാം. പൂക്കളിൽ ചോര തെറിച്ചു വീഴുന്നു, തെരുവുകളിൽ അസ്ഥികൾ കരിയുന്ന മണമുയരുന്നു. പൂക്കളിൽ ചോര തെറിച്ചു വീഴുന്നു, തെരുവുകളിൽ അസ്ഥികൾ കരിയുന്ന മണമുയരുന്നു. യുദ്ധങ്ങളൊന്നും വിശുദ്ധങ്ങളല്ല, അവ ദുരിതങ്ങളുടെ പേമാരി ചൊരിയുന്നു, രക്തനദികളായി കരകവിഞ്ഞൊഴുകുന്നു. യുദ്ധങ്ങളൊന്നും വിശുദ്ധങ്ങളല്ല, അവ ദുരിതങ്ങളുടെ പേമാരി ചൊരിയുന്നു, രക്തനദികളായി കരകവിഞ്ഞൊഴുകുന്നു. പൂക്കളിൽ ചോര തെറിച്ചു വീഴുന്നു, തെരുവുകളിൽ അസ്ഥികൾ കരിയുന്ന മണമുയരുന്നു. യുദ്ധങ്ങളൊന്നും വിശുദ്ധങ്ങളല്ല, അവ ദുരിതങ്ങളുടെ പേമാരി ചൊരിയുന്നു, രക്തനദികളായി കരകവിഞ്ഞൊഴുകുന്നു.
2 സ്നാപ്പുകളും കൂടി ആകുമ്പോൾ നമുക്ക് ഈ എപ്പിസോഡ് നിർത്താം. ഇത് ശ്രീജിത്ത് അരിയല്ലൂരിൻ്റെ വരികളാണ്. 1249 ശ്രീജിത്ത് അരിയല്ലൂർ. അദ്ദേഹവും ഒരു സമാധാനജാല ഉദ്ഘാടനം ചെയ്തിരുന്നു. ശ്രീജിത്ത് അരിയല്ലൂരിൻ്റെ വരികൾ നോക്കാം. സമാധാനം എന്നാണ്, രാഷ്ട്രീയ ഹാസ്യമുണ്ട്. സമാധാനം എന്നാണ് ഈ കവിതകളുടെ പേര്. യുദ്ധവിരുദ്ധ കവിതകളുടെ ക്യാമ്പയിൻ തുടരുകയാണ്. തോക്കു ചൂണ്ടി അവർ ഞങ്ങളോട് സമാധാനത്തെക്കുറിച്ച് പറഞ്ഞു. തോക്കു ചൂണ്ടി അവർ ഞങ്ങളോട് സമാധാനത്തെക്കുറിച്ച് പറഞ്ഞു. വേണ്ടി വന്നാൽ കാഞ്ചി വലിക്കാൻ വരെ തയ്യാറാണ്. വേണ്ടി വന്നാൽ കാഞ്ചി വലിക്കല്ല കേട്ടോ, സോറി, പിൻവലിക്കാൻ. വിഡ്രോ ചെയ്യാന്നാണ് സെൻസ്, പക്ഷെ ഡബിൾ മീനിങ് ആണ്. പണ്ണിങ് ഓൺ ദ വേർഡ്, പൺ ചെയ്യാന്ന് പറയും. കാഞ്ചി പിൻവലിക്കാൻ വരെ തയ്യാറാണെന്ന്. കാര്യം വിഷ്വൽ പിടിയില്ലേ. തോക്ക് ചൂണ്ടി അവർ ഞങ്ങളോട് സമാധാനത്തെക്കുറിച്ച് പറഞ്ഞു. വേണ്ടി വന്നാൽ കാഞ്ചി പിൻവലിക്കാൻ വരെ അവർ തയ്യാറാണെന്ന്. സമാധാനത്തെക്കുറിച്ച് പറഞ്ഞവരെ കാഞ്ചി തോക്ക് പിൻവലിക്കാനല്ല പറഞ്ഞ്, കാഞ്ചി പിൻവലിക്കാമെന്ന്. ഗംഭീര ആശയവാസിയാണ്. 4 വരിയുള്ളൂ. ശ്രീജിത്തിന്റെ എല്ലാ കവിതകളും അങ്ങനെയാണ്. സ്നാപ്പ് നമ്പർ 1250 എത്തുകയാണ് നമ്മൾ. 1250 എത്തുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട വൈശാഖം മാഷ് വരികളിൽ ഇന്നത്തെ സ്നാപ്പ് അവസാനിപ്പിക്കാം. മുൻപേ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റായിരുന്നു വൈശാഖം മാഷ്. നമ്മുടെ കുടുംബ സുഹൃത്താണ്. യുദ്ധവറി പൂണ്ടവർ മഹാഭാരതമോ വാർ ആൻഡ് പീസോ വായിച്ചിട്ടില്ല. യുദ്ധവരി പൂണ്ടവർ മഹാഭാരതമോ വാർ ആൻഡ് പീസോ വായിച്ചിട്ടില്ല. ഒരു യുദ്ധത്തിലും ആരും ജയിച്ചിട്ടില്ല എന്നറിയാത്ത കിരാതന്മാർ. യുദ്ധവറി പൂണ്ടവർ മഹാഭാരതമോ വാർ ആൻഡ് പീസോ വായിച്ചിട്ടില്ല. ഒരു യുദ്ധത്തിലും ആരും ജയിച്ചിട്ടില്ല എന്നറിയാത്ത കിരാതന്മാർ. മണ്ടശിരോമണികളെന്ന് കൂടി ഞാൻ ചേർക്കുകയാണ്. ആരും യുദ്ധത്തിൽ ജയിക്കില്ല എന്ന് തിരിച്ചറിയാത്ത മണ്ടശിരോമണികൾ. ഓക്കെ, സ്നാപ്സ് ചാക്കോടി അന്തിക്കാടിൽ ഇത്രയും സ്നാപ്പുകൾ ഇന്ന് സത്യം പറഞ്ഞാൽ 1237 മുതൽ 1250 വരെയുള്ള സ്നാപ്പുകളാണ്. സ്നാപ്സ് ചാക്കോടി അന്തിക്കാടിലാണ് ഈ സ്നാപ്പുകളെല്ലാം തുടരുന്നത്. ഇതെൻ്റെ ഒരു എക്സ്പ്രഷനാണ്. നിങ്ങൾ എൻ്റെ ഒപ്പം ഉണ്ടാകണം, ഒരു പ്രചോദനം എന്നുള്ള രീതിയിലാണ്. ഇതിനേക്കാളും സാധ്യതകൾ ഒരുപാട് ഉണ്ടായിരിക്കാം, പക്ഷേ പരിമിതമായ സാധ്യതയിലും നമ്മൾ യുദ്ധത്തിനെതിരെ പോരാട്ടം തുടരുക. കവിത കൊണ്ടുള്ള, അഭിനയം കൊണ്ടുള്ള, നവരസങ്ങൾ കൊണ്ടുള്ള പോരാട്ടം കൂടി തുടരുക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ഈ സ്നാപ്സ് ചാക്കോടി അന്തിക്കാട്, മറ്റ് ഡോക്യുമെൻ്ററികളൊക്കെ കാണണമെങ്കിൽ ചാക്കോടി അന്തിക്കാട് ഫിലിംസ് 2 യൂട്യൂബ് ചാനലാണ്. മകൻ്റെ ചാനലുണ്ട് തിയോസി മ്യൂസിക് തൃശ്ശൂർ. ഒരുപാട് മ്യൂസിക് ആൽബംസ് ഉണ്ട് അതിനകത്ത്. ഓക്കെ, കാണാം. ലാൽ സലാം, അഭിവാദ്യങ്ങൾ.